ചേർന്നതോടുകൂടി തന്നെ 2020-ൽ പൊട്ടിത്തെറി രൂക്ഷമാകുന്നു. ഈ നീക്കത്തിൽ കടുത്ത അതൃപ്തിയാണ് ഒരു സംഘം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ NDAയിൽ ചേർന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 3 നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേർന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചുവടുമാറും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും അലയടിക്കുന്നുണ്ട്. BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റായി തന്നെ 2020 മാറി എന്നതാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ കൂടുമാറ്റം NDAക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നതിലും സംശയമില്ല. എന്നാൽ പ്രവർത്തകർ ഇത്തരത്തിൽ കൊഴിഞ്ഞു പോകുന്നതിൽ ആശങ്കയും നിലനിൽക്കുകയാണ്. വലിയ രീതിയിൽ ഇത്തരത്തിൽ കൊഴിഞ്ഞുപോക്ക് ഇനി ഉണ്ടാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നതിനിടയിൽ ഇപ്പോൾ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന ഫരീദ്, അതുപോലെ തന്നെ ഐക്കർനാട് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായ ജീൽ മാവേലിൽ, അങ്ങനെ 3 പേരാണ് ഇപ്പോൾ 2020 വിട്ടിരിക്കുന്നത്. 2020 NDAയുമായി തന്നെ കൈകൊടുത്തതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്നും ഈ മൂവർ സംഘം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും ഇവർ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റായി തന്നെ 2020 മാറി എന്നതാണ് റസീന ഫരീദ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സബ്സിഡി നൽകണമെന്ന പേരിൽ കൊണ്ടുവരുന്ന കാർഡിന് അതിനു വേണ്ടിയുള്ള ഫോറത്തിൽ ജാതി മത കോളങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട് എന്നും അത് BJPയിലേക്ക് പോകുന്നതിന് മുന്നൊരുക്കമായിരുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. 4 മാസമായി തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിലായിരുന്നു 2020 NDAയിലേക്ക് എത്തിയതും എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോടുള്ള വാശിയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും വികസനമുണ്ടാക്കിയ പാർട്ടി BJP ആണ് എന്നും അതുകൊണ്ടാണ് NDAയിൽ ചേരുന്നത് എന്നതായിരുന്നു സാബു M ജേക്കബ് പറഞ്ഞത്. NDAയിൽ ചേർന്നതിന് പിന്നാലെ തന്നെ 2020-ൽ വലിയ രീതിയിലാണ് ഭിന്നത രൂക്ഷമായത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ NDAയിൽ അംഗമായത് അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തൃക്കാക്കര നഗരസഭയിലെ ഏക 2020 അംഗമായ റെനി തോമസ് വലിയ രീതിയിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. സ്വതന്ത്ര പാർട്ടി എന്ന നിലയിലാണ് താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും അങ്ങനെയാണ് അംഗമായതെന്നും അദ്ദേഹം പറയുന്നു. ഞങ്ങളോട് ചോദിച്ചിട്ടല്ല പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. NDAയിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്നതായിരുന്നു റെനി വ്യക്തമാക്കിയത്. നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട 4 പഞ്ചായത്തുകളിലെ ആ വ്യക്തികൾ ഭാവിയിൽ വലിയ രീതിയിൽ അത് 2020യുടെ ഭാവി വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിലാക്കും എന്നതാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.